ഒരു ബംഗാളി സുന്ദരിയായ നടിയുടെ കാര്യമാണ് നമ്മൾ പറയണത്. നടീനെ നമുക്കെല്ലാവർക്കും അറിയാം, മയൂരി. അപ്പോൾ മയൂരി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയുടെ കാരണം അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഒരു എത്തും പിടുത്തം കിട്ടിയില്ല. പല കാരണങ്ങളാണ് പറയണത്. ഒന്നാമത്തെ കാരണം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻകുടലിൽ ക്യാൻസർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു പരിധി വരെ നമുക്ക് തള്ളിക്കളയാം. അങ്ങനെ ഒരു വിഷയമല്ല അറിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മയൂരി മരിക്കാനുള്ള കാരണം മയൂരിയുടെ രഹസ്യ വീഡിയോ ഒരെണ്ണം പുറത്തായി. ആ രഹസ്യ വീഡിയോ പുറത്താവണതോടൊപ്പം തന്നെ മയൂരി വലിയൊരു ഭീഷണി ആ വീഡിയോയുടെ മുകളിൽ വന്നു. ആ വീഡിയോ കണ്ട ഇന്നത്തെ കാലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുല്ലുവലയായിട്ട് നടികൾ തള്ളിക്കളയും. പക്ഷെ മയൂരിക്ക് അതങ്ങനെ തള്ളിക്കളയാൻ പറ്റിയില്ല. മയൂരി എന്തുണ്ടായി അതോടുകൂടിയിട്ടും ആകെ തകർന്നു പറഞ്ഞല്ല, ഈ ഭീഷണിയും വന്നു. ഇതോട് കൂടിയിട്ടാണ് ശരിക്കും മയൂരി ആത്മഹത്യ ചെയ്യാനായിട്ട് കാരണം. അതിന് വേറൊരു അർത്ഥം കണ്ടെത്തിയതാണ് ഈ ക്യാൻസറിൻ്റെ കാര്യം. മയൂരിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മയൂരി ആകാശഗംഗ എന്ന് പറഞ്ഞൊരു പടത്തിലാണ് അതിഗംഭീരമായുള്ള അഭിനയം കാഴ്ചവെച്ചുള്ളൊരു സിനിമ. അതിലാണ് മയൂരി ശരിക്ക് പേരെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല പടങ്ങൾ, അരയന്നങ്ങളുടെ വീട്, അങ്ങനെ ഒരുപാട് നല്ല പടങ്ങളിൽ അഭിനയിച്ചു. പക്ഷെ അവർക്ക് പറ്റിയത് ഇതിലൊരു വേഷം, നല്ലൊരു വേഷം, അത് മലയാളത്തിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ആകാശഗംഗ കഴിഞ്ഞതിന് ശേഷം അത് കിട്ടിയില്ല. അപ്പോൾ അതിൽ മയൂരി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെലുങ്കിൽ അഭിനയിച്ചു, അതുപോലെ തന്നെ ബംഗാളി സിനിമകളിൽ അഭിനയിച്ചു, അതിന് ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ച് വന്നിട്ട് പേരെടുത്തത് മലയാളത്തിലാണ്. ആ പേരെടുത്തത് പോലെ തന്നെ ഈ മലയാളത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആത്മഹത്യ നടന്നത്. ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മയൂരിയുടെ ആത്മഹത്യ ഒരു രഹസ്യമായിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യ അജണ്ടയാണ്. അത് എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് അന്വേഷിച്ച് ആരും പോയില്ല, പോകാനായിട്ട് ആളും ഉണ്ടായില്ല. അതോടുകൂടിയിട്ട് അത് മണ്ണിട്ട് മൂടിപ്പോയി. ഒരു പാവ കുട്ടിയായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഒരു പ്രേമം ഉണ്ടായിരുന്നു. ആ പ്രേമം അതങ്ങനെ പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് തുടക്കകാലത്ത്, സിനിമയുടെ തുടക്കകാലത്ത് ഇങ്ങനെ ഒരു അബദ്ധങ്ങളൊക്കെ പല നടികൾക്കും പറ്റാറുണ്ട്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുള്ളത്. പക്ഷെ അത് മുതലെടുത്ത് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാവം ആത്മഹത്യ ചെയ്തത്. നല്ല നല്ല നടികളാണ്, എന്ത് ചെയ്യാം.